അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം T20 വേൾഡ് കപ്പിൻ്റെ ഒരു ഗെയിം കൊണ്ടുവന്നിരുന്നു. മാക്സിമം സപ്പോർട്ട് നിങ്ങൾ തന്നു. സോ താങ്ക് യു ഗൈസ്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ലൈക്ക് ടാർഗറ്റ് പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഗെയിമിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പേ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലെയർ ആരാണെന്ന് താഴെ കമൻറ്റ് ചെയ്തോ. ലെറ്റ്സ് ഗോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇതിനകത്ത് ബ്ലൂ ജയിക്കുമോ അവിടെ വൈറ്റ് ജയിക്കുമോ? നമുക്ക് നോക്കാം. അപ്പം ഈ വീഡിയോയിലെ ലൈറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് വെറും 19K ആണ്. നമുക്ക് മാക്സിമം അത്രയും കിട്ടിയാൽ തന്നെ സന്തോഷമാണ് കേസ്. നമുക്ക് അത്ര പോലും കിട്ടാറില്ല. ഭയങ്കര വിഷമമുണ്ട്. എന്നാലും നിങ്ങൾ തരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്നു കേസ്. നിങ്ങൾക്ക് ഇനി ഗ്രാനിയൊക്കെ കളിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഗ്രാനിയുടെ വീഡിയോസ് ഇടുന്നില്ല. മാക്സിമം സീനുള്ളതുകൊണ്ടാണ്, അതുകൊണ്ടാണ് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടാത്തത്. 1 മന്തൊക്കെ കഴിയുമ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും ഇട്ട് തുടങ്ങും. നിങ്ങൾ പേടിക്കണ്ട. ഇപ്പോൾ നിങ്ങൾ ചെറിയൊരു ട്രയലായിട്ട് ഇത് കൂട്ടിയാൽ മതി. നമ്മളിപ്പോൾ കുറച്ച് നാളെ നമ്മൾ അതായത് ഒരു 3-4 മാസമായിട്ട് കണ്ടിന്യൂസ്ലി ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിനൊന്ന് ചെറിയൊരു ബ്രേക്ക് ഒന്ന് കൂട്ടിക്കോ. അങ്ങനെ കൂട്ടിയാൽ മതി. നിങ്ങൾ വേറെ ഇതിനായിട്ടൊന്നും കൂട്ടണ്ട. നമ്മൾ ചെറിയൊരു ബ്രേക്കായിട്ട് ഉമ്മച്ചി അവനോട് വീണു കേട്ടോ. ഓക്കെ, നമുക്ക് ലെറ്റ്സ് ഗോ. നമുക്ക് തപ്പി പോവാം. കേസ് എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ സീനുള്ളതുകൊണ്ടാണ് കേസ് ഞാൻ ഇത്ര പതിയെ അങ്ങോട്ട് ഉറക്കെ പതിയെ പറയുന്നത്. മാക്സിമം നിങ്ങൾക്ക് എനിക്കറിയാം ഈ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ പാതി സൗണ്ട് പോലും എൻ്റെ കിട്ടാറില്ല. 3/4 സൗണ്ട് പോലും എനിക്ക് തികച്ച് കിട്ടില്ല എന്നാണ് തോന്നണത്. ഇപ്പം ഞാൻ അത്ര സ്ട്രെയിൻ എടുത്താണ് സംസാരിക്കുന്നത്. കാരണം തൊണ്ട വയ്യായിരിക്കുന്നതുകൊണ്ടേ അത്ര നമുക്കങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതാ കേസ്, വേറെ സീനൊന്നുമില്ല. അവനവിടെ അറിയാമായിരുന്നെന്ന് തോന്നുന്നു നമുക്ക് അവിടെ മാർക്ക് കിട്ടുന്നു. അതുകൊണ്ടായിരിക്കണം മേ ബി അവൻ എന്നെ ഗോൾ അടിച്ച് തെറിപ്പിച്ചിട്ടത്. ഓക്കെ, നമ്മളത് അവിടെ നിന്ന് ഗോൾ എറിഞ്ഞിട്ടുണ്ട്, അവന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് പാസ് ചെയ്യുന്നുണ്ട് അവിടെ. പാസ് ചെയ്യില്ല, ഞാൻ ഗോൾ ചെയ്തിട്ടുണ്ട് അവിടെ. ഗോളിപ്പം എറിയുന്നും കൂടെ ഉണ്ട്. ഓക്കെ, നമുക്ക് പെനാൽറ്റി കിട്ടിയതിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ എനിക്കറിയില്ല. ഞാനിപ്പോൾ വെറുതെ ഒരു പെനാൽറ്റി കിട്ടിയതാണ് കേട്ടോ. ഓക്കെ, വെറുതെ പെനാൽറ്റി കിട്ടിയാൽ എന്തൊരു കാര്യത്തിലുണ്ടായിട്ടാണ് പെനാൽറ്റി ഇട്ടത്. ആ സൈഡ് എറിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ ഇതാ കയറി വന്നു, ബോൾ എടുത്തു. നെക്സ്റ്റ് ലാവന്മാർക്ക് ആരെങ്കിലും പാസ് ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് റൗണ്ട് പോലെ ഇപ്പോൾ തീരുകയാണെങ്കിൽ കൊള്ളായിരിക്കും, അടിപൊളിയായിരിക്കും. അവിടെ 2 പേര് കമന്നടിച്ച് വീണു കേട്ടോ. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് തീർന്നില്ല. അത് എന്താ സംഭവിച്ചെന്ന് കാണിച്ചാണ്. എനിക്ക് അറിയാമായിരുന്നു കേസ് അവിടെ ഞാൻ വീണതിൻ്റെ മെയിൻലി കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഞാൻ അവിടെ കപ്പടിച്ചതിൻ്റെ കാര്യം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ വെറുതെ കപ്പടിക്കില്ലല്ലോ, ഗോളി കിക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കവിടെ പോയിട്ടില്ല. ഞാൻ വെറുതെ കൊണ്ടിട്ടിങ്ങനെ പറത്തി ചടിക്കുന്നൊക്കെ അല്ലാതെ അവിടെ തട്ടിയത് പോലും ഇല്ല കേട്ടോ. തട്ടിയത് പോലും ഇല്ല. അല്ല, അൺലക്കി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതാണ് ഈ അൺലക്ക്. ഭയങ്കര പ്രഡിക്റ്റ് ചെയ്യാതെ അൺലക്ക് മാറി ആ ബോളിങ് തന്നെ. ഗൈസ് അവൻ യെല്ലോ കാർഡ് കാണിച്ചേട്ടോ. ഗൈസ് ഞാൻ കുറച്ച് റെക്കോർഡ് ചെയ്യുന്നില്ല. മാക്സിമം നിങ്ങൾ കളിയാണ് കേട്ടോ. ചെറിയൊരു മ്യൂസിക്കും കൂടെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ആക്കി തരാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ സൗണ്ട് തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം ഞാൻ പറയുന്നില്ലേ, ഇവിടെ കുറച്ച് നേരത്തേക്ക് ഞാൻ വോയിസ് കൊടുക്കുന്നുള്ളൂ. അത് വെറുതെ എൻ്റെ വോയിസ് ബോറടിക്കുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത്, വോയിസ് ഇവിടെ കമാൻഡ് ചെയ്തത്. സിമ്പിളാണ്, വേറെ സീനൊന്നുമില്ല. അവന്മാരവിടെ പോയി നിൽക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ വോയിസ് ഞാനിപ്പം ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 9:20 ആവാറായി. ഇത് 9:15 കഴിഞ്ഞു. 20 ആവാറായി. 20 ഓക്കെ, അപ്പോൾ ഞാൻ എന്താ അവിടെ അടിച്ചുകൊണ്ട് അവൻ കൊണ്ടുപോയി. ഗൈസ് മാക്സിമം ഞാൻ വീണ്ടും സൗണ്ട് ഓവർ ചെയ്യാണ്. നിങ്ങൾ വീണ്ടും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നോയ്സ് വെച്ചുതരാം. ശരി, പാട്ട് വെച്ചുതരാം. നോയ്സ് ഒന്നും
സെക്കൻഡ് ഓവർ. സോറി, റെക്കോർഡ് ചെയ്ത് മാറിപ്പോയി. സെക്കൻഡ് ഹവർ എന്നാണ്. 2 മണിക്കൂറിലത്തെ കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാതി കളി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 50 കഴിഞ്ഞു. അത് നമുക്ക് വേറെ സീനൊന്നുമില്ല. 50 ഒക്കെ നമ്മൾ സുഖമായിട്ട് കളിക്കും. ഇനി 50 കൂടെ ഉള്ളതുകൊണ്ടാണ് ഇത്ര പാട്. ഓക്കെ, ഇവിടെ ഗോളി കിക്ക് വീണിട്ടുണ്ട്. നമുക്ക് ഇതൊരു മാർക്കില്ല. ഓക്കെ, അത് വൈഡ് ആണ് പോയത്. സീനില്ല. ഗോളി ഇപ്പോൾ കിക്ക് അടിച്ച് വരും. ഗോളി ഇപ്പോൾ വലിയൊരു കിക്ക് അടിച്ചു. നമ്മൾ പറന്ന് വരുന്നുണ്ട്. പിന്നെ നമ്മൾ എതിർ സൈഡിലുള്ളവന് ഗോളി കിക്ക് ചെയ്തു. അവൻ ഒരാൾക്ക് കൊടുത്തു. ആ ബോൾ നമ്മൾ എടുക്കാൻ ട്രൈ ചെയ്തു. നടന്നില്ല. ഇപ്പോൾ ആ ബോൾ നമ്മളവിടെ നിന്ന് റാഞ്ചി നമ്മൾ തിരിച്ച് കൊണ്ടുവന്ന് തിരിച്ച് അവന് കൊടുത്തു. അവൻ ആ ബോൾ നമ്മൾ തിരിച്ച് പാസ് ചെയ്തില്ല അവന്. ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴായിരിക്കും ലവന് കൊടുത്തു. ഞാൻ ലവൻ്റെ നിന്ന് ഇങ്ങനെ മേടിച്ചു. ലവൻ്റെ നിന്ന് കൊടുത്തു. അങ്ങനെ വീണ്ടും വേറൊരുത്തർ പാസ് ചെയ്ത് വീണ്ടും അവന് പാസ് ചെയ്ത് അവൻ വേറൊരാൾക്ക് പാസ് ചെയ്ത് നമ്മൾ തിരിച്ചടിച്ചു. യെസ് ഗൈസ്, നമ്മളങ്ങനെ അതാ ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ്. ഗൈസ്, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഈ വീഡിയോ ഞാനിങ്ങനെ എടുക്കാതെ, അതായത് 3-4 ദിവസം കൊണ്ട് വെച്ചേക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് എടുത്തതേ ഉള്ളൂ കേട്ടോ. അതായത് ഞാനിപ്പം ഗെയിംസ് കളിക്കാറില്ല. 3-4 ദിവസമായിട്ട് കളിക്കുന്നില്ല. ബോറായതുകൊണ്ടായിരിക്കണം. കളിക്കാൻ തോന്നാത്തതുകൊണ്ടാണ് ഗൈസ് ഇപ്പോൾ ഞാൻ കളിക്കാത്തത്. ഇപ്പോൾ തീരുമല്ലോ. ഞാനങ്ങനെ കളിക്കാത്തതല്ല, എനിക്ക് കളിക്കാൻ താല്പര്യമുണ്ട്. നമ്മളിപ്പോൾ വീഡിയോസൊക്കെ ഡെയിലി ഒരു 3-4 വീഡിയോസൊക്കെ കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 10-35 വീഡിയോ നമ്മൾ അധികം അതിന് മേലെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സീനില്ല. നമ്മൾ എത്ര ദിവസത്തേക്കാലും നമ്മൾ നേരത്തെ വീഡിയോസ് എടുത്തു വെച്ചാലേ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും എവിടെയെങ്കിലും സ്ഥലത്ത് വല്ലതും നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്യേണ്ട വന്നാലോ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ ഗൈസ്. അല്ലാതെ നിങ്ങൾ തന്നെ വേറെ ഒന്നും കൂട്ടണ്ട. ഓക്കെ, ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വെച്ച് ദിവസം അപ്ലോഡ് ചെയ്യാനല്ല, ഞാൻ വീക്ക്ലി വീഡിയോസ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഗൈസ്, സാറ്റർഡേ സൺഡേ മാത്രം ഞാൻ എല്ലാ യൂട്യൂബിലും ഇടുന്ന പോലെ ഒരു ഹാഫ് ആൻഡ് ഹാഫ് കളിയായിട്ട് വരുന്നതായിരിക്കും. ഇതിൻ്റെ ഒരൊറ്റ പാർട്ടോടെ ഉള്ളൂ. അതോടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇന്ത്യൻ ആർമി ഒരു ജോയിങ്ങിൻ്റെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനിന്ന് നമുക്ക് കിട്ടും കേട്ടോ. അതിൻ്റെ എന്താണ് കാര്യങ്ങളും മെയിൻലി അതൊക്കെ വരുമെന്ന് മാക്സിമം നമ്മൾ ഇന്ന് തന്നെ ഇടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നാളെ തന്നെ. ഇവർക്ക് ഈ പോയിൻ്റ് വേണ്ടെന്ന് കൂട്ടിക്കൊണ്ടായ സാധനം തള്ളിയത്. മാക്സിമം എൻ്റെ തൊണ്ട അടിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പം പതിയെ ഇങ്ങനെ എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു അരപ്പില്ലേ, അതായത് ചെറിയൊരു കരയരപ്പ്, അത്രേ ഉള്ളൂ. അപ്പം അതാണ്, വേറെ സീനൊന്നുമില്ല. അപ്പം എൻ്റെ തൊണ്ടയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ എന്താണ് പറ്റിയത്, തൊണ്ട അടിച്ചു പോയെന്നാണ് തോന്നുന്നത്. എൻ്റെ പൊന്നെ സീലായി നമ്മൾ പാതി ഓവർ ഇവിടെ നടന്നു. ഓക്കെ നമ്മളിപ്പം ഞാൻ മുമ്പ് 5 മിനിറ്റുള്ള വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് ഞാനിപ്പോൾ 20-30 സെക്കൻഡുള്ള വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. അത് വെറുതെ അല്ല ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ മെയിൻലി ഞാനിത് ഇടുന്നത് നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. മെയിൻലി ഞാൻ ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റില്ല. അപ്പം എനിക്ക് ഇനി മുതൽ ചിലപ്പോൾ ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റുന്ന വരില്ല ഗൈസ്. നെക്സ്റ്റ്, അതായത് നമ്മുടെ ഒരു ചലഞ്ച്, അതായത് നമ്മൾ കുറേ അല്ലോ ഗൈസ്, നമ്മൾ ആദ്യമൊക്കെ ചലഞ്ച് വീഡിയോസൊക്കെ ഇടുമായിരുന്നല്ലോ. നമ്മൾ ഈ വരുന്ന ഫ്രൈഡേ അല്ല സാറ്റർഡേ നമ്മൾ ഇവിടെ അതായത് എൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. എന്തോന്ന് വെച്ചാൽ നമ്മൾ നോ ഫുഡ് ഈറ്റിംഗ് ചലഞ്ചാണ്. അപ്പോൾ ഞാൻ ഫുഡ് തിന്നാനേ പാടില്ല. പിന്നെ നമ്മൾ നോ സ്ലീപ്പിംഗ് ചലഞ്ച്, അങ്ങനെ ഒരുപാടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. മാക്സിമം ഒരു 1 ഡേ ആണ് ഗൈസ് നമുക്ക് പിടിച്ചേക്കാനുള്ള അവസാനം. 1 കുപ്പി വെള്ളം കൊണ്ട് നമ്മൾ എത്ര ദിവസം പിടിച്ചേക്കുന്നത്. ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.